നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ അങ്കമാലി, പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, സിറ്റി ടവർ, സിറ്റി വെയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. അനധികൃത കോച്ചിംഗ് സെന്ററുകൾക്കെതിരെ നടപടി. 13 കോച്ചിംഗ് സെന്ററുകൾ സീൽ ചെയ്തു. അനധികൃത കോച്ചിംഗ് സെന്ററുകൾക്കെതിരെ നടപടി. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷന്റേതാണ് നടപടി. അനധികൃതമായി പ്രവർത്തിക്കുന്ന 13 കോച്ചിംഗ് സെന്ററുകൾ സീൽ ചെയ്തു. IAS ഗുരുകുൽ, ചാഹൽ അക്കാദമി, പ്ലൂട്ടസ് അക്കാദമി, സായ് ട്രെയിനിങ്, IAS സേതു, ടോപ്പസ് അക്കാദമി, ദൈനിക് സംവാദ്, സിവിൽസ് ഡെയിലി IAS, കരിയർ പവർ, 99 നോട്ടുകൾ, വിദ്യാഗുരു, ഗൈഡൻസ് IAS ഫോർ EC എന്നീ സ്ഥാപനങ്ങളാണ് സീൽ ചെയ്തത്. ചട്ടങ്ങൾ ലംഘിച്ച് ബേസ്മെന്റിൽ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയതിനാലാണ് നടപടിയെന്ന് അധികൃതർ വ്യക്തമാക്കി. കോച്ചിംഗ് സെന്റർ ദുരന്തം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നെവിന്റെ മൃതദേഹം രാത്രിയോടെ നാട്ടിലെത്തിക്കും. ഡൽഹി കരോൾബാഗിലെ സ്വകാര്യ സിവിൽ സർവീസ് കോച്ചിംഗ് സെന്ററിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മരിച്ച നെവിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. രാവിലെ 10 മണിയോടെയാണ് പോസ്റ്റ്മോർട്ടം. ഇന്നലെ വൈകിട്ടോടെ ഡൽഹിയിലെത്തിയ അമ്മാവൻ ലിനു രാജ് നെവിന്റെ മൃതദേഹം തിരിച്ചറിഞ്ഞു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം രാത്രി 8:45 തിരുവനന്തപുരം വിമാനത്തിൽ മൃതദേഹം നാട്ടിലേക്ക് അയക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. കോച്ചിംഗ് സെന്റർ ദുരന്തം. മരണക്കണക്കിൽ സംശയമെന്ന് വിദ്യാർത്ഥികൾ. ഡൽഹി റാവൂസ് കോച്ചിംഗ് സെന്ററിൽ വെള്ളം കയറിയുണ്ടായ അപകടത്തിൽ കൂടുതൽ പേർ മരിച്ചതായി സംശയം പ്രകടിപ്പിച്ച വിദ്യാർത്ഥികൾ ഒരു വിദ്യാർത്ഥിനിയുടെ മൃതദേഹം രഹസ്യമായി ബന്ധുക്കൾക്ക് കൈമാറി. കാണാതായ മറ്റൊരു വിദ്യാർത്ഥിയുടെ ബന്ധുക്കൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ടെന്നും പരാതി നൽകിയിട്ടുണ്ടെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. മരിച്ചവരുടെയും കാണാതായവരുടെയും കൃത്യമായ കണക്ക് പുറത്തുവിടണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. രാത്രി പീക്ക് സമയത്തെ വൈദ്യുതി ഉപയോഗത്തിന് നിരക്ക് കൂട്ടും, പകൽ സമയത്തെ നിരക്ക് കുറയ്ക്കും. കെ കൃഷ്ണൻകുട്ടി. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ പകൽ സമയത്തെ വൈദ്യുതി ഉപയോഗത്തിന് മാത്രമായി വൈദ്യുതി നിരക്ക് കുറയ്ക്കാനും രാത്രിയിലെ പീക്ക് സമയത്തെ വൈദ്യുതി ഉപയോഗത്തിന് നിരക്ക് വർദ്ധിപ്പിക്കാനും ആലോചിക്കുന്നുണ്ടെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഭൂരിഭാഗം വീടുകളിലും സ്മാർട്ട് മീറ്ററുകളായി. ഇതിനാൽ തന്നെ ഓരോ സമയത്തെയും വൈദ്യുതി ഉപയോഗം കണക്കാക്കാനാകും. പകൽ സമയത്ത് വൈദ്യുതി ഉപയോഗം കുറവാണ്. രാത്രിയിലാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗം. ഈ സാഹചര്യത്തിൽ പീക്ക് സമയത്തെ വൈദ്യുതി ഉപയോഗം പരമാവധി കുറയ്ക്കുന്നതിനായാണ് ഈ സമയത്തെ ഉപയോഗത്തിന് നിരക്ക് വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണിക്കുന്നതെന്നും കൃഷ്ണൻകുട്ടി പറഞ്ഞു. കേരളത്തിൽ ആണവ നിലയം പദ്ധതി ആരംഭിക്കാൻ പ്രാരംഭ ചർച്ചകൾ പോലും നടന്നിട്ടില്ല. ഇക്കാര്യം സർക്കാരിന്റെ നയപരമായ കാര്യമാണ്. കൂടുതൽ ചർച്ചകൾക്ക് ശേഷമേ തീരുമാനമെടുക്കുകയുള്ളൂ. ആണവ നിലയം സംസ്ഥാനത്തിന് പുറത്ത് സ്ഥാപിച്ചാലും കേരളത്തിന് വൈദ്യുതി വിഹിതം കിട്ടുമെന്നും കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു.
97% മരണനിരക്കുള്ള രോഗം അമീബിക് മസ്തിഷ്ക ജ്വരത്തിനുള്ള മരുന്ന് വിദേശത്ത് നിന്ന് ഇന്നെത്തും. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനുള്ള മരുന്ന് വിദേശത്ത് നിന്ന് ഇന്നെത്തും. ജർമ്മനിയിൽ നിന്നാണ് ജീവൻരക്ഷാ മരുന്നായ മിൽറ്റിഫോസിൻ എത്തിക്കുന്നത്. മരുന്ന് ഇന്ന് തിരുവനന്തപുരത്ത് എത്തും. കൂടുതൽ ബാച്ച് മരുന്നുകൾ വരും ദിവസങ്ങളിൽ എത്തിക്കാനും നടപടികൾ ഉണ്ടായിട്ടുണ്ട്. ധന്യ 20 കോടി രൂപ തട്ടിയത് ഗോൾഡ് പ്ലാറ്റ്ഫോം വഴിയെന്ന് പോലീസ്. ഒരാഴ്ചത്തെ കസ്റ്റഡി ആവശ്യപ്പെടും. വലപ്പാട് മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിലെ 20 കോടി രൂപ MGM ആയിരുന്ന ധന്യ മോഹൻ തട്ടിയെടുത്തത് ഓൺലൈൻ ഗോൾഡ് പ്ലാറ്റ്ഫോം വഴിയെന്ന് പോലീസ്. റിമാൻഡ് റിപ്പോർട്ടിലാണ് പോലീസ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 6 ലക്ഷം രൂപയ്ക്കുള്ള സ്വർണം നിക്ഷേപിച്ചാൽ 5 ലക്ഷം വരെ ലോൺ എടുക്കാം എന്നതായിരുന്നു സ്കീം. ഒരു തവണ ധനകാര്യ സ്ഥാപനത്തിൽ പോകുന്ന ഇടപാടുകാരന് വീട്ടിലിരുന്ന് ലോൺ എടുക്കാവുന്ന സൗകര്യത്തിലാണ് ധന്യ തട്ടിപ്പ് നടത്തിയത്. ധന്യ 6 ലക്ഷത്തിന്റെ സ്വർണം ഇവിടെ നിക്ഷേപിച്ചിരുന്നു. പിടിക്കപ്പെടാതിരിക്കാൻ ചെറിയ തുകകൾ വീതമാണ് അക്കൗണ്ടിലേക്ക് മാറ്റിയത്. 25,000 മുതൽ 1 ലക്ഷം വരെയാണ് തന്റെയും ബന്ധുക്കളുടെയും അക്കൗണ്ടിലേക്ക് ധന്യ മാറ്റിയത്. ധന്യ മോഹനെ ഒരാഴ്ചത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്ന് അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെട്ടു. കസ്റ്റഡി അപേക്ഷ അടുത്ത ദിവസം കൊടുങ്ങല്ലൂർ കോടതി പരിഗണിക്കും. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണ വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ 50% വരെ വിലക്കിഴിവ്. സിറ്റി ടവർ NRI ഫെസ്റ്റ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. 3000 രൂപ വില വരുന്ന ഷെർവാണി വെറും 500 രൂപയ്ക്ക്. സഫാരി ഹാർഡ് കേസ് ട്രോളി ബാഗ് കോംബോ ഓഫർ. വിവിധ വലുപ്പത്തിലുള്ള 3 എണ്ണം വെറും 6,999 രൂപയ്ക്ക്. 70% ഡിസ്കൗണ്ടിൽ മറ്റ് പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകളും. പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ, ടീഷർട്ടുകൾ, കാർഗോസ്, ഷൂസ്, ചപ്പൽസ് എന്നിവയും NRI ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നു. ഓഗസ്റ്റ് 5 അവസാനിക്കുന്ന NRI ഫെസ്റ്റിന്റെ ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. സിറ്റി ടവർ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. ഫോൺ 0484245555. മലപ്പുറത്ത് വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്ക് തീപിടിച്ചു. മഹേന്ദ്ര, താർ, ബൊലേറോ എന്നിവ പൂർണ്ണമായും നശിച്ചു. മലപ്പുറത്ത് എടവണ്ണയിൽ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ കത്തി നശിച്ചു. ആരംതൊടിയിലാണ് സംഭവം. മഹേന്ദ്രയുടെ താർ, ബൊലേറോ എന്നീ വാഹനങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചു. വീടിനും കേടുപാടുകൾ സംഭവിച്ചു. ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് തീ കത്തുന്നത് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വീട്ടുകാർ പുറത്തിറങ്ങിയപ്പോഴേക്കും തീ ആളിപ്പടരുകയായിരുന്നു. സംഭവത്തിൽ വീട്ടുകാർ എടവണ്ണ പോലീസിൽ പരാതി നൽകി. ആരംതൊടി സ്വദേശി അഷ്റഫിന്റെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളാണ് കത്തി നശിച്ചത്. ആരെങ്കിലും തീയിട്ടതാണോ എന്നാണ് സംശയിക്കുന്നത്. വടക്കൻ കേരളത്തിൽ മഴ കനക്കുന്നു. ചുഴലിക്കാറ്റിൽ 7 വീടുകൾ തകർന്നു. തോണി മറിഞ്ഞും അപകടം. സംസ്ഥാനത്ത് വടക്കൻ കേരളത്തിൽ മഴ കനക്കുന്നു. കോഴിക്കോട് മലയോര മേഖലയിലുണ്ടായ കനത്ത മഴയിലും ചുഴലിക്കാറ്റിലും വ്യാപക നാശനഷ്ടമുണ്ടായി. താമരശ്ശേരി അമ്പായത്തോട് മേഖലയിൽ 7 വീടുകൾ തകർന്നു. മരങ്ങളും കടപുഴകി വീണു. സാധാരണക്കാരായ മനുഷ്യർ താമസിക്കുന്ന വീടുകളാണ് തകർന്നത്. കൃഷിഭൂമിയിലും വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. ഇന്ന് പുലർച്ചെയാണ് പ്രദേശത്ത് ചുഴലിക്കാറ്റുണ്ടായത്. ശബ്ദം കേട്ടയുടനെ ആളുകൾ പുറത്തിറങ്ങിയതോടെ വലിയ അപകടം ഒഴിവായി. സ്വർണ്ണവിലയിൽ വീണ്ടും വർധന. 1/2 ലക്ഷത്തിൽ നിന്നും ഉയർന്ന് പവൻ. സ്വർണ്ണവിലയിൽ വീണ്ടും നേരിയ വർധനവ്. കഴിഞ്ഞ ദിവസം സ്വർണ്ണവിലയിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. കേന്ദ്ര സർക്കാർ ബജറ്റ് അവതരണത്തിൽ കുറച്ചതിനെ തുടർന്നാണ് സംസ്ഥാനത്തെ സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞത്. കേന്ദ്ര ബജറ്റ് അവതരണം നടന്ന 23-ാം തീയതി രാവിലെയും ഉച്ചയ്ക്കുമായി 2200 രൂപയുടെ കുറവാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായത്. പവന് 120 രൂപയുടെ വർധനമാണ് നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ പവന് 50,720 രൂപയിലെത്തി വിപണി വില. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.